നമുക്കിന്ന് പ്രസന്റ് ടെൻസിലെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കടക്കാം. പ്രസന്റ് പെർഫെക്റ്റ് മീൻസ് പെർഫെക്റ്റ് ഇൻ ദ പ്രസന്റ്. വർത്തമാനകാലത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ജസ്റ്റ് ഫിനിഷ്ഡ്, പ്രവൃത്തി തൊട്ടു മുമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമീപ ഭൂതകാലത്തിൽ നടന്ന പ്രവൃത്തി, വർത്തമാനകാലത്തിൽ അതിൻ്റെ പ്രസക്തി ഉണ്ട് താനും എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഈസ് ഡൺ ജസ്റ്റ്, ആ ഫിനിഷ് ചെയ്തിരിക്കുന്നത് തൊട്ട് മുമ്പാണ്. അങ്ങനെ ചെയ്യുന്ന ഇഫക്റ്റ് തരുന്ന പ്രസന്റ് ഇഫക്റ്റ് ആണ് കിട്ടുക, ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ് കിട്ടുക. അങ്ങനെ ഒരു ഇഫക്റ്റ് തരുന്ന ആ പാസ്റ്റ് ഇഫക്റ്റിനെ ചേർത്ത് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് ജസ്റ്റ് ഫിനിഷ്ഡ്, ഇപ്പൊ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ട്, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, തിന്നിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, ഇത്തരത്തില് ജസ്റ്റ് ഫിനിഷ്ഡ്, ഇപ്പൊ ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഇഫക്റ്റ് കൊണ്ടുവരിക, അതാണ് പ്രസന്റ് പെർഫെക്റ്റ്. നോക്കുക, ഫോർമാറ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. ഹാസ് ഓർ ഹാവ് ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്സ്. അപ്പൊ ഹാസും ഹാവും ആണ് അവിടുത്തെ വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ്സ്, സഹായക ക്രിയകള്, അതിൻ്റെ കൂടെ എപ്പോഴും ഹാസ് ഓർ ഹാവ് എന്ന എപ്പോഴും V3 ഫോം ഓഫ് ദി വെർബാണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്, PP ഓഫ് ദി വെർബ്. So has, have plus V3 form. Has is singular, have is plural. The words must be kept in mind. നമ്മളത് ചെയ്യുമ്പോൾ ഈ പ്രസന്റ് പെർഫെക്റ്റിന് ഇഫക്റ്റ് തരുന്ന ചില വാക്കുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്. ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്. പിന്നെ കുറച്ച് വാക്കുകൾ കൂടി ഉണ്ട്. നെവർ, എവർ, സോ ഫാർ, ടിൽ നൗ, ടുഡേ, സിൻസ്, ഫോർ, എക്സെട്ര. ഈ വാക്കുകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ടെൻസ് വിൽ ബി പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. പ്രധാനമായിട്ട് 3 വാക്ക് ഓർത്തിരിക്കുക: ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്. പിന്നെ ഇതെവിടെയൊക്കെ വരും, ഏത് തരത്തിലൊക്കെയാണ് അത് വരിക? സിറ്റുവേഷൻ. പ്രസന്റ് പെർഫെക്റ്റിന്റെ ഇഫക്റ്റ് മനസ്സിലായി. ഇനി ഏതൊക്കെ തരത്തിൽ ഇത് വരാം? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്, തൊട്ടു മുമ്പ് ഫിനിഷ് ചെയ്ത, സമീപ ഭൂതകാലത്തിൽ ഫിനിഷ് ചെയ്ത ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി സൂചിപ്പിക്കാനായിട്ട് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് ജസ്റ്റ് ഗിവൺ യു ദ ആൻസർ. ഐ ഹാവ് ജസ്റ്റ് ഗിവൺ. ജസ്റ്റ് ഹെൽപ്പിംഗ് വെർബിനും മെയിൻ വെർബിനും ഇടയിലാണ് വരുന്നത്. ആരെയും ജസ്റ്റ്. ഹെൽപ്പിംഗ് വെർബ് ഹാവ്, മെയിൻ വെർബ് ഗിവൺ, ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ടു. അപ്പോൾ ഐ ഹാവ് ജസ്റ്റ് ഗിവൺ യു ദ ആൻസർ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഈ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. അവനവൻ്റെ വർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ഈ ഇഫക്റ്റ് വർത്തമാനകാലത്തിലുണ്ട്. അപ്പൊ ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്, അപ്പൊ യൂസിങ് പ്രസന്റ് പെർഫെക്റ്റ് എന്നർത്ഥം. രണ്ടാമത്തത്, ദ സെക്കൻഡ് വൺ, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ began in the past but is still going on. ചില പ്രവൃത്തികൾ ഭൂതകാലത്തിൽ തുടങ്ങി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും അത് തുടരുകയാണ്, ഇപ്പോഴും അതിന് ഇഫക്റ്റ് ഇൻ ദ പാസ്റ്റ് ബട്ട് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അത് തുടർന്നുണ്ട്. അത്തരത്തിലുള്ള ഇഫക്റ്റ് വരുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. He has worked here for 2 years. ഏകദേശം 2 വർഷക്കാലമായിട്ട് അവനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? He has worked here for 2 years. They have known each other for 5 years. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 5 വർഷക്കാലമായി അറിയും.
അപ്പോൾ അവിടെ എന്താ പ്രത്യേകത? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ് ബട്ട് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. മുമ്പ് തുടങ്ങി ഇപ്പോഴും ആ പ്രവൃത്തിയുടെ ഇഫക്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഇഫക്റ്റ് വരുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. നമ്പർ 3, ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വെൻ ദ ടൈം ഈസ് നോട്ട് ഗിവൺ. ഒരു പാസ്റ്റ് ആക്ഷൻ പറയുക, ഒരു ഭൂതകാലത്തെ പ്രവൃത്തി പറയുക, അതിന്റെ ടൈം നമുക്കറിയില്ല, ടൈം എന്താണെന്ന് അറിയില്ല. അങ്ങനെ ടൈം അറിയാതിരിക്കുക, ടൈം ഈസ് നോട്ട് നോൺ, അറിയാതിരിക്കുന്ന സന്ദർഭം, അത് തരാതിരിക്കുന്ന സന്ദർഭം, അങ്ങനെ വരുന്ന ഒരു പാസ്റ്റ് ആക്ഷൻ പറയുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാറ്. എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് സീൻ ദ താജ്മഹൽ. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. ഡേറ്റ് തന്നിട്ടില്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങനത്തെ സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്, കഴിഞ്ഞു പോയതാണ്, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയുക. ഈ ഹാസ് വിസിറ്റഡ് മുംബൈ. അവൻ മുംബൈ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഹാസ് വിസിറ്റഡ്, ഹാവ് സീൻ. കണ്ടോ, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ടൈം തന്നിട്ടില്ലെങ്കിൽ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയുക. നമ്പർ 4, ടു ഡിസ്ക്രൈബ് പാസ്റ്റ് ഇവന്റ്സ് when we think more of their effect in the present than of the action itself. എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ചില ഭൂതകാല പ്രവർത്തനങ്ങൾ അതിന്റെ ഇഫക്റ്റ് കഴിഞ്ഞു പോയെങ്കിലും അതിന്റെ കൂടുതലായിട്ടുള്ള പരിണത ഫലം പ്രസന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രസന്റ് ടെൻസിൽ പ്രസന്റ് ഇഫക്റ്റിൽ വരികയാണെങ്കിൽ, കഴിഞ്ഞത് ഭൂതകാലത്തിലാണെങ്കിലും കൂടുതൽ ഇഫക്റ്റ് പ്രസന്റിൽ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കുക. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഞാൻ എൻ്റെ വിരൽ മുറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയതാ, പക്ഷെ അത് ഇഫക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ബ്ലീഡിങ്. അതായത് ഇപ്പൊ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുക, രക്തം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഞാൻ എൻ്റെ വിരല് മുറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയതാണെങ്കിലും ഇഫക്റ്റ് ഈസ് നൗ ഗോയിങ് ഓൺ, ബ്ലീഡിങ് ഈസ് ഗോയിങ് ഓൺ. അത് അത്തരത്തില് പ്രസന്റിൽ ഇഫക്റ്റ് വരികയും പ്രവൃത്തി പാസ്റ്റിൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ഇഫക്റ്റ് പറയാനായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. നെക്സ്റ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫ്രീ ആണെന്ന് അർത്ഥം. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി കഴിച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയി. ഇപ്പൊ അതിന്റെ ഇഫക്റ്റ് എന്താ? ഞാൻ ഫ്രീ ആണ്. അത്തരത്തിലുള്ള പ്രസന്റിൽ കൂടുതൽ ഇഫക്റ്റ് തരികയും കഴിഞ്ഞു പോയ പ്രവൃത്തി തൊട്ട് മുമ്പ് കഴിഞ്ഞതുമായിട്ടുള്ള ഇഫക്റ്റ് വരികയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. സോ ദീസ് ആർ ദ കണ്ടീഷൻ ഫോർ യൂസിങ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെ ക്ലിയർ ആണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഹാസ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ, ഹാവ് പ്ലൂറൽ ആയിട്ട് വരുമ്പോൾ, ഹാസും ഹാവും വന്നു കഴിഞ്ഞാൽ വെർബിന്റെ പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക, V3 ഫോം ആണ് ഉപയോഗിക്കുക. Okay, has taken, have taken, has written, have written, has played, have played, has cut, have cut. കട്ട് പറയുമ്പോൾ കട്ടഡ് എന്ന് പറയില്ല, കട്ട് കട്ട് കട്ട്. കട്ട് എപ്പോഴും കട്ട് തന്നെയാണ്. ഷർട്ട് ഷർട്ട് തന്നെയാണ്. പുട്ട് പുട്ട് തന്നെയാണ്. പുട്ടഡ് എന്ന് പറയില്ല, കട്ടഡ് എന്ന് പറയില്ല, ഷർട്ടഡ് എന്ന് പറയില്ല. അപ്പോൾ V3 ഫോം, അതായത് വെർബിന്റെ തേർഡ് ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഹാസ് ഓർ ഹാവിന്റെ കൂടെ വരിക. അപ്പോൾ വളരെ ക്ലിയർ ആണ്. തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഇഫക്റ്റ് തരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഉപയോഗിക്കുന്ന വാക്കുകൾ ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, നെവർ, എവർ, സോ ഫാർ, ടിൽ നൗ, ടുഡേ, സിൻസ്, ഫോർ, എക്സെട്ര. ഇതിൽ സിൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഉപയോഗിക്കും. സിൻസും ഫോറും. സിൻസ് ഉപയോഗിക്കുമ്പോൾ പോയിന്റ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈം മുതൽ ഇന്ന ടൈം വരെ എന്ന് പറയുന്ന സന്ദർഭങ്ങൾ പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ സിൻസും, പോയിന്റ് ഓഫ് ടൈം പറഞ്ഞിട്ടില്ലെങ്കിൽ ഫോറുമാണ് ഉപയോഗിക്കുക. സമയത്തിന്റെ അളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫോറും, ഒരു ടൈം പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിൻസും ഉപയോഗിക്കണം. അപ്പൊ സിൻസും ഫോറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രസന്റ് പെർഫെക്റ്റിലും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രസന്റ് ടെൻസ്. അതിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ നാലാമത്തെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വളരെ മുമ്പ് തുടങ്ങിയതും ഇപ്പോഴും അതിൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. ദ വർക്ക് ഡൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇഫക്ട്സ് ആർ ഗോയിങ് ഓൺ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. മുമ്പ് തുടങ്ങി തുടർന്നുകൊണ്ടിരിക്കുക.
ഇത്തരത്തിലുള്ള ഇഫക്റ്റ് വരികയാണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ഫോർമാറ്റ് നോക്കുക. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ഇൻ ഫോം ഓഫ് ദി വെർബ്. ഉറപ്പാണ് ഹാസ് ഓർ ഹാവ്. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂറൽ. ഹാസും ഹാവും കഴിഞ്ഞ റൂട്ട് V3 ഫോം ഓഫ് ദി വെർബാണ്. ഇവിടെ വെർബ് പ്ലസ് ing ചേർക്കുന്നത് കൊണ്ട് അതിനു മുമ്പ് വെർബിന്റെ പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം എടുക്കുന്നത് BEBയുടെ V3 ഫോം ആണ് ബീൻ. സോ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുണ്ട്, സിൻസും ഫോറും. സിൻസും ഫോറും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കുക. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. പ്രവൃത്തി മുമ്പ് തുടങ്ങി, ഇപ്പൊ പറയുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. പ്രവൃത്തി മുമ്പ് തുടങ്ങി പറയുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ഇഫക്റ്റ് പറയുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കുക. സിൻസ് പോയിന്റ് ഓഫ് ടൈം. സിൻസ് പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴാണ്, ഒരു പർട്ടിക്കുലർ ടൈം ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയുമ്പോഴാണ് സിൻസ് വരിക. പീരിയഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവ് പറയാതെ ഒരു പീരിയഡ് ഓഫ് ടൈം മാത്രം പറയുകയാണെങ്കിൽ ഫോർ വരും. സോ സിൻസ് ഫോറും ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ. എക്സാമ്പിൾ നോക്കുക. He has been working in Delhi since 2010. He has been working. Has plus been plus verb plus ing. Has been working in Delhi since 2010. They have been studying for 2 hours. അവർ 2 മണിക്കൂർ നേരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Have plus been plus studying. Have plus been plus verb plus ing. Have been studying. പ്ലൂറൽ വരുമ്പോൾ ഹാവ്, സിംഗുലർ വരുമ്പോൾ ഹാസ്. സോ വളരെ ക്ലിയർ ആണ്. എക്സാമ്പിൾ ഇസ് ഓക്കെ. സീ, ഹിയർ, നോ, അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സെൻസ് ഓഫ് പെർസെപ്ഷൻസ് ആണ്. ഇത്തരത്തിലുള്ള സംഗതികൾ വരികയാണെങ്കിൽ, ഈ വാക്കുകൾ വരികയാണെങ്കിൽ സീ, ഹിയർ, നോ, അണ്ടർസ്റ്റാൻഡ്, ഇതൊക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സാധാരണ വെർബ് ഉപയോഗിക്കാറില്ല. ദീസ് വെർബ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കാരണം അതിൽ ing ഫോം സ്യൂട്ടബിൾ അല്ല, പെർസെപ്ഷൻസ് ആണ്, അതുകൊണ്ട് അത് വരില്ല എന്നും ഓർത്തിരിക്കുക. അപ്പോൾ 4 ടെൻസ്, പ്രസന്റ് ടെൻസിലെ 4 വിഭാഗം. പാർട്ട് ഓഫ് പ്രസന്റ് ടെൻസ് ഈസ് നൗ ഓവർ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസന്റ്, ഡു ഓർ ഡസ് ഫോം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ്, ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ing. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. നാലാമത്തെ നൗ ഈസ് കൺക്ലൂഡഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസിലെ 4 ഭാഗമാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് 4 ടൈപ്സ് ഓഫ് പ്രസന്റ് ടെൻസസ്. First one simple present, second one present continuous, third one present perfect, fourth one present perfect continuous. Simple present is do or does form. Present continuous is am, are plus verb plus ing. Present perfect has or have plus V3 form of the verb. Present perfect continuous has or have plus been plus verb plus ing. Okay, thank you.